ഹരി ഓം. ദശകം 26, ശ്ലോകം 2. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാത്വം ഹസ്തി ഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. പദച്ഛേദം നോക്കാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ ഇതി. ഭജ ഇതി, അതാണ് ഭജേതി. സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി. ശപ്ത്വാ അധ ഏനം. ശപ്ത്വാ അധ ഏനം. ശപ്ത്വാധൈനം. ശപ്ത്വാധൈനം. ശപ്ത്വാ അധ ഏനം. പ്രത്യഗാത് സഹ അപി ലേഭേ. ശപ്ത്വാധൈനം പ്രത്യഗാത് സോപി ലേഭേ. ഹസ്തീന്ദ്രത്വം തുത് സ്മൃതി വ്യക്തിധന്യം. ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാസോപി ലേഭേ. ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. ദശകം 26, ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 1 നമ്മൾ പറഞ്ഞു, ആ ഇന്ദ്രദ്യുമ്നൻ, ആ പാണ്ഡ്യ രാജാവായ ഇന്ദ്രദ്യുമ്നന് ആ മലയപർവ്വതത്തിൽ പോയി ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അഗസ്ത്യ മഹർഷി അവിടെ എത്തി. പക്ഷേ അഗസ്ത്യ മഹർഷി അവിടെ എത്തിയ വിവരം ഇന്ദ്രദ്യുമ്നൻ ആ ധ്യാന നിരതനായിരുന്ന കാരണം അറിഞ്ഞതേയില്ല എന്ന് പറഞ്ഞു. 2-ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ അങ്ങനെ അറിയാതെ ഇരുന്നത്, ആ ധ്യാന നിരതനായിട്ടിരുന്നത് മനഃപൂർവ്വമാണെന്ന് വിചാരിച്ചിട്ട് അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഈ മഹർഷിമാർക്കൊക്കെ എത്രയോ അവർക്ക് അറിവുണ്ടോ അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവർ ശപിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ശാപം കിട്ടിയത് നമ്മുടെ പരീക്ഷത്തിന്. ആ പരീക്ഷത്ത് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിൽ പോവുകയും അപ്പോൾ അവിടെ ശമിക മഹർഷി വളരെ ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പരീക്ഷത്തിന് വെള്ളം ദാഹിച്ചിട്ട് ചെന്ന് വെള്ളം ചോദിച്ചു. പക്ഷേ ആ വെള്ളം ചോദിച്ച വിവരമൊന്നും ആ ധ്യാനത്തിൽ അത്ര മുഴുകിയിരുന്ന കാരണം ശമിക മഹർഷി അറിഞ്ഞുമില്ല, കേട്ടുമില്ല. അപ്പോൾ വെള്ളം എടുത്തു കൊടുക്കാൻ മടിച്ചിട്ടാണ്, അവിടെ നിന്ന് എണീറ്റ് പോകാൻ മടിച്ചിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഈ നല്ലവനാണെങ്കിൽ പോലും അപ്പം എന്തുപറ്റി, ഈ പരീക്ഷിത്ത് അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ആ പരീക്ഷത്തിനൊരു അഹങ്കാരം വന്നു. ഞാൻ രാജ്യത്തെ രാജാവ് അവിടെ ചെന്നിട്ട് വെള്ളം ചോദിച്ചിട്ട് എണീറ്റ് എടുത്ത് തരാൻ മനസ്സില്ലാതെ കണ്ണടച്ചിരിക്കുകയാണോ എന്നുള്ള ഒരു അഹങ്കാരം അവിടെ പരീക്ഷത്തിനുണ്ടായിപ്പോയി. അപ്പോൾ അത് കാരണം എന്തുവാ, ഈ ശമിക മഹർഷിയുടെ മകൻ വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ കഴുത്തിൽ ഈ ചത്ത പാമ്പ് കിടക്കുന്ന കണ്ടിട്ട് ഈ പരീക്ഷത്തിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ദിവസത്തിനകത്ത് പാമ്പ് കടിച്ചു മരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ. കുംഭോദ്ഭൂതി എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷിയാണ് പറയുന്നത്. അഗസ്ത്യ മഹർഷിയെ കുംഭോദ്ഭൂതി എന്ന് പറയാൻ കാര്യം എന്താ? കുംഭത്തിൽ നിന്ന് ഉദ്ഭവിച്ചവനായതുകൊണ്ട്. അപ്പോൾ ഈ അഗസ്ത്യ മഹർഷിയും വസിഷ്ഠനും ഒരു കുംഭത്തിൽ നിന്ന് വന്ന 2 കുട്ടികളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലൊരു വലിയ കഥയുണ്ട്, അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പം കുംഭോദ്ഭൂതി എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷി സംഭൃത ക്രോധഭാരഃ, ഈ അനാദരം കണ്ട് കലശലായി കോപിച്ചിട്ട്. ഏതനാദരം? അപ്പം ആ അഗസ്ത്യ മഹർഷി വിചാരിച്ചത് എന്താണ്?
ഈ ഇന്ദ്രദ്യുമ്നൻ, പാണ്ഡ്യ രാജാവായ ഇന്ദ്രദ്യുമ്നൻ ഇത് കേട്ടിട്ട് കണ്ടിട്ട് അനങ്ങാണ്ടിരിക്കുകയാണ് എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. കൂസലില്ലാതിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അത് കണ്ട് ഈ അനാദരവ് അദ്ദേഹത്തെ ആദരിക്കാത്തതാണെന്ന് വിചാരിച്ചിട്ട് കലശലായിട്ട് കോപം വന്നു. അതാണ് സംഭൃത ക്രോധഭാരഹ. സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജ ഇതി തം ശപ്ത്വാ. ശപ്ത്വാ എന്ന് പറഞ്ഞാൽ ശപിച്ചു, ശപ്ത്വാ എന്ന് വെച്ചാൽ ശപിച്ചു. അധ പ്രത്യഗാത്. സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം. അപ്പോൾ ഈ സ്തബ്ധാത്മാത്വം എന്ന് പറഞ്ഞാൽ ആ കൂസലില്ലാത്ത, അനങ്ങാണ്ടിരിക്കുന്ന ആ കൂസലില്ലാത്ത നീ ഒരു ഹസ്തിഭൂയം, നീ ഒരാനയായി പോകട്ടെ. ഭജ ഇതി തം ശപ്ത്വ എന്ന് ശപിച്ച ശേഷം അധ പ്രത്യഗാത് എന്നിട്ട് തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഹ. അഗസ്ത്യ മഹർഷി ഈ അനാദരം കണ്ട് കലശലായിട്ട് കോപിച്ചിട്ട് സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം, കൂസലില്ലാത്ത നീ ഒരാനയായി പോകട്ടെ. ഭജ ഇതി തം ശപ്ത്വാ അധ പ്രത്യഗാത് എന്ന് ശപിച്ച ശേഷം തിരികെ പോവുകയും ചെയ്തു. സഹ അപി ത്വത്സ്മൃതി വ്യക്തിധന്യം ഹസ്തീന്ദ്രത്വം ലേഭേ. സഹ അപി, ആ രാജാവും, ആ രാജാവെന്ന് പറയുന്നത് ആരെയാണ്? ഈ ഇന്ദ്രദ്യുമ്നനെ. ആ രാജാവും എങ്ങനെയുള്ളവനായിരുന്നു? ഭഗവത് സ്മരണ ഉള്ളവനായിരുന്നു. അങ്ങനെ ആ ഭഗവത് സ്മരണ തെളിഞ്ഞു പ്രകാശിക്കുന്നത് മൂലം ആ ഗജരൂപം കിട്ടിയിട്ടും ധന്യനായി തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ അതാണ് പറയുന്നത്, ആ സഹ അപി ത്വസ്മൃതി, ത്വതസ്മൃതി, അങ്ങയെ സ്മൃതിക്കുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിക്കുന്നവനായതുകൊണ്ട് വ്യക്തിധന്യം ഹസ്തീന്ദ്രത്വം ലേഭേ, ആ ഗജരൂപം കിട്ടിയിട്ടും ധന്യനായി തന്നെ കഴിഞ്ഞുകൂടി. അപ്പം ഈ ആപത്തിലും ഭഗവത് ഭക്തന്മാർക്ക് കൂസലുണ്ടാകുന്നതല്ലെന്നും ആ ഭഗവത് സ്മൃതി തന്നെയാണ് ഭാവിയിൽ ആ മോക്ഷത്തിനുള്ള വഴിയാകുന്നതെന്നും ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ രാജാവ് ഭക്തനായിരുന്നുവെങ്കിൽ പോലും ഈ മനപരിപാകം, മനസ്സിനൊരു പാകം ഒരു മതിയായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആനയായി പോകട്ടെ എന്നുള്ള ശാപം ഉണ്ടായതെന്നാണ് ഇവിടെ അത് മനസ്സിലാക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തെ ഈ കവികൾ ഈ മതയാനയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് അഹങ്കാരമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അഗസ്ത്യ മഹർഷി വിചാരിച്ചിട്ട് ആണ് നീ ഒരു ആനയായി പോകട്ടെ എന്ന് ശപിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അപ്പോൾ ഈ അഹങ്കാരത്തെ മതയാനകളോടാണ് ഉപമിക്കാറുള്ളത്, അല്ലെ സങ്കല്പിക്കാറുള്ളത്. അപ്പോൾ ഈ കോപിഷ്ഠനായിട്ടുള്ള ആ മഹർഷി ഇങ്ങനെ യാതൊരു ചേഷ്ടയും കൂടാതെ ആ സ്തംഭിച്ചിരിക്കുന്ന നീ ഒരാനയായി തീരട്ടെ എന്ന് രാജാവിനെ ശപിച്ചിട്ട് പോയി. അപ്പോൾ ആ തൻ്റെ മനുഷ്യജന്മത്തിലെ ഭഗവത് ഭക്തിയാൽ ആർജിച്ച ആ ഒരു സുഹൃതം ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹം ആനയായപ്പോഴും ഒരു അതിശ്രേഷ്ഠനായ ഒരു ഗജേന്ദ്രനായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാസോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം.